അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സബ്ജക്റ്റിലെ ഇന്റർനെറ്റ് എന്ന ടോപ്പിക്കിന്റെ ഭാഗം 1 നോക്കുന്നത്. ഇത് മിക്ക PSC പരീക്ഷകളിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലോകത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്കുകൾ പ്രധാനമായും 3 വിഭാഗങ്ങളായി വേർതിരിക്കാം. ഓക്കെ, നെറ്റ്വർക്കുകളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി വേർതിരിക്കാം. ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ഓക്കെ, ഇത് മിക്ക PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, ലാനും മാനും വാനൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. നെറ്റ്വർക്കുകളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി വേർതിരിക്കാം. എന്തൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ഇനി എന്താണ് ലാൻ എന്ന് നമുക്ക് നോക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് സംഭവം? ഒരു ഓഫീസ് അല്ലെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലുള്ള ചെറിയ പരിധിയിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. ഓക്കെ, എന്താണ്? ഒരു ഓഫീസോ അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലുള്ള ചെറിയ പരിധിയിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. ആ പേരിൽ തന്നെ ഉണ്ട്, ലോക്കൽ ഏരിയ. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ മാൻ. ഓക്കെ, മാൻ എന്താണ്? മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണ്? ഒന്നിലധികം ലാനുകൾ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ചേർന്ന് ഒരു നഗരത്തിലോ അല്ലെങ്കിൽ വലിയ നഗര പരിധിയിലോ ഉള്ള കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതാണ് മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ്? ഒന്നിലധികം ലാനുകൾ ചേർന്ന് ഒരു നഗരത്തിലോ വലിയ നഗര പരിധിയിലോ ഉള്ള കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതാണ് മാൻ. ഇനി അടുത്തത് വാൻ. ഓക്കെ, വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് വാൻ. ഓക്കെ, എന്താണ്? രാജ്യം മുഴുവനായോ പല രാജ്യങ്ങളിലായോ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറുകളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ്? രാജ്യം മുഴുവനായോ പല രാജ്യങ്ങളിലായോ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറുകളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പേരിൽ തന്നെ ഉണ്ടല്ലോ വൈഡ് ഏരിയ. അപ്പം എന്താണ്? രാജ്യം മുഴുവനായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് വാൻ. അപ്പം ഏറ്റവും വലിയ വാനിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റ് ആണ് ഏറ്റവും വലിയ വാനിന് അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണം. ഇനി പറയുന്നു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അഥവാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്. ഓക്കെ, എന്താണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അഥവാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മാധ്യമം അഥവാ മീഡിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ബ്രോഡ്ബാൻഡ് കണക്ഷൻ അഥവാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മാധ്യമം അഥവാ മീഡിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ. എന്താണ് വാൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ വാനിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത് മുഖേനയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ മുഖേനയോ സാറ്റലൈറ്റ് മുഖേനയോ ആണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? വാനിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ മുഖേനയോ സാറ്റലൈറ്റ് മുഖേനയോ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അഥവാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പിന്നെ വാനിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ മുഖേനയോ സാറ്റലൈറ്റ് മുഖേനയോ ആണ്. ഇനി പറയുന്നു പാൻ. എന്താണ് പാൻ? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ആ പേരിൽ തന്നെയാണ് പേഴ്സണൽ, വ്യക്തി. ഓക്കെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് സംഭവം? ഒരു വ്യക്തിയുടെ കൈവശമുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം നടത്തുന്നതാണ് പാൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു വ്യക്തിയുടെ കൈവശമുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം നടത്തുന്നത് പാൻ എന്ന നെറ്റ്വർക്കിലൂടെയാണ്. ഓക്കെ, പാൻ എന്ന നെറ്റ്വർക്കിലൂടെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാം എന്തൊട്ടും നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. നെറ്റ്വർക്കുകൾ പ്രധാനമായും 3 വിഭാഗങ്ങളെ വേർതിരിക്കുക. ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ഓക്കെ, ലാൻ, മാൻ, വാൻ. എന്താണ് ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് സംഭവം? ഒരു ഓഫീസ്, സ്കൂൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലുള്ള ചെറിയ പരിധിയിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. പിന്നെ നമ്മൾ മാൻ എന്താണെന്ന് പറഞ്ഞു? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അത് നഗരമായിട്ട് ബന്ധപ്പെട്ടില്ല, അപ്പോൾ തന്നെ ഓർക്കുക, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ്? ഒന്നിലധികം ലാനുകൾ ചേർന്ന് ഒരു നഗരത്തിലോ വലിയ നഗര പരിധിയിലോ ഉള്ള കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതാണ് മാൻ. പിന്നെ വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് അല്ലേ, വിശാലമായതല്ല. അപ്പോൾ എന്താണ്? രാജ്യം മുഴുവനായോ പല രാജ്യങ്ങളിലായോ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറുകളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് വാൻ. ഏറ്റവും വലിയ വാൻ ഉദാഹരണമാണ് ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റ്. പിന്നെ നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ. എന്താണ്? ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മാധ്യമം അഥവാ മീഡിയം ഒപ്റ്റിക്കൽ ഫൈബർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വാൻ അഥവാ
വാനിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ മുഖേനയോ സാറ്റലൈറ്റ് മുഖേനയോ ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ്, ഒരു വ്യക്തിയുടെ കൈവശമുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം നടത്തുന്നതാണ് പാൻ എന്ന നെറ്റ്വർക്കിലൂടെയാണ്. ഓക്കെ, ഇത് നടത്തുന്നത് പാൻ എന്ന നെറ്റ്വർക്കിലൂടെയാണ്. ഇനി പറയുന്നു പ്രധാന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ. ഓക്കെ, പ്രധാന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ. അതിൽ ആദ്യം തന്നെ നമുക്ക് പറയാം ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് എന്താണ്? ബ്രിഡ്ജ് സാധാരണ നമുക്കറിയുന്ന പാലം എന്താണ്, രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണുള്ള പാലം അഥവാ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. എന്താണ്, രണ്ട് നെറ്റ്വർക്കുകളെ ഒന്നിച്ച് ബന്ധിപ്പിച്ച് ഒരു ലോജിക്കൽ നെറ്റ്വർക്കായി മാറ്റുന്ന ഉപകരണം. എന്താണ്, രണ്ട് നെറ്റ്വർക്കുകൾ. ഓക്കെ, രണ്ട് നെറ്റ്വർക്കുകളെ ഒന്നിച്ച് ബന്ധിപ്പിച്ചൊരു ലോജിക്കൽ നെറ്റ്വർക്കായി മാറ്റുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ്. പിന്നെ എന്താണ് മോഡം? നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ് മോഡം? എന്താണ് മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഫോൺ ലൈനുകൾ വഴിയായി ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം. എന്താണ്, ടെലിഫോൺ ലൈനുകൾ വഴി ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. അപ്പോൾ ബ്രിഡ്ജ് എന്താണ്, രണ്ട് നെറ്റ്വർക്കുകളെ ഒന്നിച്ച് ബന്ധിപ്പിച്ച് ഒരു ലോജിക്കൽ നെറ്റ്വർക്കായി മാറ്റുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. മോഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോൺ ലൈനുകൾ വഴിയായി ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. ഇനി അടുത്തേ പറയുന്നത് ബ്ലൂടൂത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബ്ലൂടൂത്ത്. എന്താണ്, ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാബ് ഹാഡ്സൺ ആണ്. ഓക്കെ, ജാബ് ഹാഡ്സൺ ആണ്. അദ്ദേഹം എറിക്സൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. എന്തിൻ്റെ, ബ്ലൂടൂത്തിൻ്റെ കണ്ടുപിടുത്തം. പുള്ളിക്കാരൻ എറിക്സണിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു കണ്ടുപിടിച്ചവരാണ് ജാബ് ഹാഡ്സൺ ആണ്. അപ്പോൾ എറിക്സൺ എന്ന കമ്പനി നമുക്ക് മിക്കവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഒന്ന് ഓർത്താൽ മതി, എറിക്സണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ബ്ലൂടൂത്ത് കണ്ടുപിടിച്ച ആളുടെ പേരും ഒരു സൺ തന്നെയാണ്. എന്ത് സൺ? ജാബ് ഹാഡ്സൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ ജാബ് ഹാഡ്സൺ എന്നുള്ള പേര് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷനിൽ നോക്കാൻ നേരത്തെ ഒരു സണ്ണ് വെച്ചുള്ള പേരാണെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം സണ്ണ് വെച്ചുള്ള ഒറ്റ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ അത് കറുപ്പിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലൂടൂത്ത് കണ്ടുപിടിച്ച ആരാണ്? ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ജാബ് ഹാഡ്സൺ ആണ്. അദ്ദേഹം എറിക്സൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. ഓക്കെ, അടുത്തായിട്ട് പറയുന്നത് റൂട്ടർ. ഓക്കെ, റൂട്ടർ എന്താണ്? റൂട്ടർ IP അഡ്രസ് അടിസ്ഥാനമാക്കി. എന്താണ്, IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിലധികം നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. എന്താണ്, IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിലധികം നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അടുത്തത് ഗേറ്റ് വേ. എന്താണ് ഗേറ്റ് വേ? വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. അപ്പോൾ എന്താണ് റൂട്ടർ? റൂട്ടർ എന്താണ്, IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിലധികം നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഗേറ്റ് വേ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. അടുത്തായിട്ട് പറയുന്നത് റിപ്പീറ്റർ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുക. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്താണ്, ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ശക്തി കുറയാതെ കൂടുതൽ ദൂരത്തേക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്ന ഉപകരണം. ഓക്കെ, അതായത് എന്താണ്, ദുർബലമായിട്ട് വരുന്ന സിഗ്നൽ അതിൻ്റെ ശക്തി കുറയാതെ വീണ്ടും സംപ്രേഷണം ചെയ്യില്ല, അപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല വീണ്ടും. ഓക്കെ, അതാണ് റിപ്പീറ്റർ. എന്താണ്, ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ശക്തി കുറയാതെ കൂടുതൽ ദൂരത്തേക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. നമ്മൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ ആംപ്ലിഫിക്കേഷനെ പറ്റി പഠിച്ചില്ലേ, ആംപ്ലിഫയറിനെ പറ്റി. അപ്പോൾ അത് സെയിം സാധനം തന്നെ. ഓക്കെ, അടുത്തത് അറ്റിന്യൂവേഷൻ. എന്താണ് അറ്റിന്യൂവേഷൻ? അറ്റിന്യൂവേഷൻ എന്താണ്, കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഓക്കെ, കേബിളിലൂടെ സിഗ്നലുകൾ ദീർഘദൂരം സഞ്ചരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞു വരും. ഓക്കെ, ആ അവസ്ഥേനെ പറയുന്ന പേരാണ് അറ്റിന്യൂവേഷൻ. ഓക്കെ, അറ്റിന്യൂവേഷൻ. അപ്പോൾ അറ്റിന്യൂവേഷൻ എന്താണ്, കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതാണ് അറ്റിന്യൂവേഷൻ. അപ്പോൾ റിപ്പീറ്റർ എന്താ, ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ശക്തി കുറയാതെ കൂടുതൽ ദൂരത്തേക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. അറ്റിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് അറ്റിന്യൂവേഷൻ. ഇനി എന്താണ് ഹബ്ബ്? എന്താണ് ഹബ്ബ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ചു ചേരുന്ന കേന്ദ്രസ്ഥാനം, അതാണ് ഹബ്ബ്. നമ്മൾ എറണാകുളംകാർക്കൊക്കെ ചിലപ്പോൾ അറിയാമല്ലോ വൈറ്റില ഹബ്ബ്. എറണാകുളംകാർക്കെല്ലാം മിക്കവർക്കും അറിയാം വൈറ്റില ഹബ്ബ്. എന്താണ്, അവിടെ ഒരുപാട് തരം ബസ്സുകൾ വരും അല്ലേ, നമുക്ക് എങ്ങോട്ടേക്കുള്ള ബസ്സുകൾ അവിടെ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ, എല്ലാ ബസ്സുകളും ലഭിക്കുന്നൊരു കേന്ദ്രസ്ഥാനമാണല്ലോ അത്.
അപ്പോൾ അതുപോലെ തന്നെ ബന്ധപ്പെടുത്തി ഓർത്താൽ മതി. എന്താണ് ഹബ്ബ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ച് ചേരുന്ന കേന്ദ്രസ്ഥാനം. ഓക്കെ, ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ച് ചേരുന്ന കേന്ദ്രസ്ഥാനമാണ് ഹബ്ബ് എന്നറിയപ്പെടുന്നത്. ഈ ഹബ്ബ് കോൺസെൻട്രേറ്റ് എന്നും കൂടി അറിയപ്പെടും കേട്ടോ. ചിലപ്പോൾ എന്താണ് കോൺസെൻട്രേറ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. എന്താണ് കോൺസെൻട്രേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാം. എന്താണ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ച് ചേരുന്ന കേന്ദ്രസ്ഥാനമാണ് കോൺസെൻട്രേറ്റ് അഥവാ ഹബ്ബ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി സ്വിച്ച്. എന്താണ് സ്വിച്ച്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ, എവിടെയാണ്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. നമ്മൾ പറഞ്ഞല്ലോ, സ്കൂളുകളിലോ കെട്ടിടത്തിലേക്കോ ഉള്ള ചെറിയൊരു സ്ഥലത്തുള്ള സംഭവമാണ് നെറ്റ്വർക്കാണ് എന്ത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ചെറിയ സ്ഥലത്തുള്ള കമ്പ്യൂട്ടറുകളൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? സ്വിച്ച്. അപ്പോൾ സ്വിച്ച് എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കുള്ളിൽ അഥവാ ലാൻ ഇതിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്വിച്ച്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹബ്ബ് എന്താണ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ച് ചേർന്ന കേന്ദ്രസ്ഥാനമാണ് ഹബ്ബ് അഥവാ കോൺസെൻട്രേറ്റ്. സ്വിച്ച് എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ അഥവാ ലാനിനുള്ളിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ പ്രധാന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ആദ്യം തന്നെ പറയുന്നത് ബ്രിഡ്ജ്. എന്താണ് ബ്രിഡ്ജ്? രണ്ട് നെറ്റ്വർക്കുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു ലോജിക്കൽ നെറ്റ്വർക്കായി മാറ്റുന്ന ഉപകരണമാണ് എന്ത്? ബ്രിഡ്ജ്. പിന്നെ മോഡം. എന്താണ് മോഡം? ടെലിഫോൺ ലൈനുകൾ വഴിയായി ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. പിന്നെ ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ജാബ് ഹാർട്സൺ ആണ്. അദ്ദേഹം എറിക്സൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. പിന്നെ റൂട്ടർ. എന്താണ്? IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിലധികം നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. പിന്നെ ഗേറ്റ് വേ. എന്താ? വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. പിന്നെ നമ്മൾ റിപ്പീറ്റർ എന്താന്ന് പറയുന്നത് എന്താണ്? ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ശക്തി കുറയാതെ കൂടുതൽ ദൂരത്തേക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. പിന്നെ അറ്റന്വേഷൻ എന്താണ്? അതൊരു അവസ്ഥയാണ്. എന്തുവാണ്? കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്നു. ആ അവസ്ഥയെ പറയുന്നതാണ് അറ്റന്വേഷൻ എന്നുള്ള. പിന്നെ എന്താണ് ഹബ്ബ് എന്ന് നമ്മൾ പറയുന്നത്? എന്താണ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ച് ചേരുന്ന കേന്ദ്രസ്ഥാനമാണ് ഹബ്ബ്. സ്വിച്ച് എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ള അഥവാ ലാനിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ ഈ ഭാഗം 1 ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നും അത് എത്രത്തോളം നിങ്ങളുടെ തലയിലുണ്ടെന്നും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചതിൽ ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലോകത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. നെറ്റ്വർക്കുകൾ പ്രധാനമായും 3 വിഭാഗങ്ങളായി വേർതിരിക്കാം. ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. അതിൽ ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് സംഭവം? ഒരു ഓഫീസ്, സ്കൂൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലുള്ള ചെറിയ പരിധിയിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. ഓക്കെ, ഇത് ബന്ധിപ്പിക്കുന്നത് എന്ത് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ആ ഉപകരണത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ്? സ്വിച്ച്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പിന്നെ മാൻ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് സംഭവം? ഒന്നിലധികം ലാനുകൾ ചേർന്ന് ഒരു നഗരത്തിലോ വലിയ നഗര പരിധിയിലോ ഉള്ള കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം സിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഓർത്താൽ മതി. പിന്നെ വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് വിശാലമായതല്ല. അപ്പോൾ എന്താ സംഭവം? രാജ്യം മുഴുവനായോ പല രാജ്യങ്ങളിലായോ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറുകളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഏറ്റവും വലിയ വാനിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പിന്നെ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ്? വാനിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ മുഖേനയോ സാറ്റലൈറ്റ് മുഖേനയോ ആണ്. പിന്നെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ എന്താണെന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയുടെ കൈവശമുള്ള പേഴ്സണൽ, അപ്പോൾ ഒരു വ്യക്തിയുടെ കൈവശമുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം നടത്തുകയാണ് പാൻ എന്ന നെറ്റ്വർക്കിലൂടെയാണ്. എന്താണ് സംഭവം? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ പ്രധാന നെറ്റ്വർക്ക് ഉപകരണമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ബ്രിഡ്ജ്. എന്താണ്? 2 നെറ്റ്വർക്കുകളെ ഒന്നിച്ച് ബന്ധിപ്പിച്ച് ഒരു ലോജിക്കൽ നെറ്റ്വർക്കായി മാറ്റുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. പിന്നെ മോഡം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് മോഡം? ടെലിഫോൺ ലൈനുകൾ വഴിയായി ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. പിന്നെ ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ജാബ് ഹാർട്സൺ ആണ്. അദ്ദേഹം എറിക്സൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. പിന്നെ റൂട്ടർ എന്താണെന്ന് പറയുന്നത്. എന്താണ്? IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിലധികം നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. പിന്നെ ഗേറ്റ് വേ എന്താണെന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഗേറ്റ് വേ? വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ.
പിന്നെ റിപ്പീറ്റർ. എന്താണ് റിപ്പീറ്റർ? ദുർബലമോ താഴ്ന്ന നിലവാരത്തിലോ ഉള്ള സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ശക്തി കുറയാതെ കൂടുതൽ ദൂരത്തേക്ക് വീണ്ടും സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. പിന്നെ അറ്റന്വേഷൻ എന്താണ് അറ്റന്വേഷൻ? കേബിളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തി കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതിനാണ് അറ്റന്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹബ്ബും സ്വിച്ചുമാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. എന്താണ് ഹബ്ബ്? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കേബിളുകളും ഒന്നിച്ചു ചേരുന്ന കേന്ദ്രസ്ഥാനമാണ് ഹബ്ബ് അഥവാ കോൺസെൻട്രേറ്റ്. സ്വിച്ച് എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ അഥവാ ലാനിനുള്ളിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗം 2 ആയിട്ട് വീണ്ടും കാണാം.